ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ. ബാക്കിയുള്ള ദിവസമൊക്കെ ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയിട്ട് പോവലാണല്ലോ. അപ്പോൾ അതാ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നതിനും ഞാൻ ആദ്യം തന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ്, ഇത് കറി വെക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് പൊരിക്കാനുള്ള ചിക്കനൊന്ന് മസാല പുരട്ടി വെക്കാം. അതിനായിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പെരിഞ്ചീരകം ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളടുത്ത് കാശ്മീരി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ കുറച്ച് കളറും കൂടി കിട്ടും. അതിനുശേഷം ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് പത്തിരിപ്പൊടിയാണ്. നിങ്ങളടുത്ത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഇതിന് പകരം കോൺഫ്ലവർ ചേർത്താൽ മതി. ഇവിടെ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പത്തിരിപ്പൊടി ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി വെക്കാം. ചിക്കൻ കറി, തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ആദ്യമായിട്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച 2 മീഡിയം സൈസ് സവാളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വലിയതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസ് തക്കാളി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് ഞാൻ 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ പച്ചമുളകാണ് കേട്ടോ, അധികം എരിവില്ല. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പൊടികളൊക്കെ ചേർക്കാം. ആദ്യമായിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തത് കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണേ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പം വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം വേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു നനവൊക്കെ വരും. അപ്പോൾ അതാ ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ചിലർ ഇത് ആദ്യം തന്നെ വഴറ്റിയിട്ടൊക്കെ വെക്കലുണ്ട്. ഞാനും ചില സമയത്തൊക്കെ അങ്ങനെ വെക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ അരയ്ക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരുപാട് തേങ്ങയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരു കപ്പ് തേങ്ങയോളമാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ കറി ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇല അല്ല കേട്ടോ, അതിൻ്റെ തണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ തണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ തേങ്ങ അരച്ചത് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ നിങ്ങളടുത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഇതിലിട്ട് കൊടുക്കട്ടോ, വലിയ കഷ്ണങ്ങളാക്കിയിട്ട്. എൻ്റെ അടുത്ത് ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കറിയിൽ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയ തിള വരുന്നത് വരെ വെച്ചിട്ട് ഇത് ഇറക്കി വെക്കുക. ഇനി നമുക്ക് ചോറ് വെക്കാം. മഞ്ഞച്ചോറാണ് വെക്കുന്നത്. കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് കനം കുറച്ച് വെച്ച് അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളടുത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് ഇവിടെ ക്യാരറ്റ് ഇല്ലായിരുന്നു. ഇനി അതിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ റേഷൻ അരിയാണ് കേട്ടോ മഞ്ഞച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം മഞ്ഞച്ചോറ് വെക്കുമ്പോൾ. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞച്ചോറായതുകൊണ്ട് മഞ്ഞൾപ്പൊടി നിർബന്ധമാണ്. അതിലേക്ക് പിന്നെ വലിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കഷ്ണം പട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളം തിളച്ചിട്ട് അരി ഇടാൻ പാടുള്ളൂ കേട്ടോ, റേഷൻ അരി ആയതുകൊണ്ട്. അപ്പോൾ ഇത് അടച്ച് വെക്കുക, ഇതൊന്ന് തിളക്കട്ടെ. ആ സമയം നമുക്ക് അരി കഴുകുക. അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നേരെ തന്നെ അരി കഴുകിയിട്ട് ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2 കപ്പ് അരിയാണ്, റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ അരി ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചാൽ ആ മൂടി തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കണം, അല്ലെങ്കിൽ റേഷൻ അരി ആയതുകൊണ്ട് ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കറി വറവിടണം. ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി തൂമിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഇല്ലായിരുന്നോ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ നിന്ന് വേവട്ടെ. ആ സമയം നമുക്ക് നമ്മളെ ചോറ് വീണ്ടും നോക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ചോറൊക്കെ ഇവിടെ നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി യാതൊരു നനവൊന്നും ഇല്ലാതെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി അമർത്തി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ചെറിയ കണലിൽ അടിച്ച് അവിടെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മൾ കഴിക്കാനാകുമ്പോഴേക്കും ഇത് നല്ലോണം പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഈ അളവ് കറക്റ്റ് ആയാൽ ചോറ് വെന്തൊന്നും പോവില്ല, നല്ല ചോറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാൽ മതി. ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ട് അവിടെ വെക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ മഞ്ഞച്ചോറും ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കുന്ന മഞ്ഞച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. റേഷൻ അരി കൊണ്ട് മഞ്ഞച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മഞ്ഞച്ചോറ് റേഷൻ അരി കൊണ്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതാ നമ്മളെ ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും. ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. സുർക്ക വെച്ചിട്ടുള്ള ചമ്മന്തി ഇതിൻ്റെ കൂടെ ബെസ്റ്റാണ്. പിന്നെ ഇതാ നമ്മുടെ മാങ്ങ അച്ചാറും കൂടി ചേർത്താൽ ഇന്നത്തെ ചോറ് കുശാലായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ. എന്നാൽ ശരി.